നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർവൽ ഗെയിം വർക്കിൽ കൂടെ നമ്മളൊരു ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാര്യം കുറേ 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇനി ടെക്നോളജി വീഡിയോസ് റീഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ചാനലിൽ കൂടെ. ഇപ്പോൾ ടെക്നോളജി വീഡിയോസ് മാത്രമല്ല, ഈ ചാനലിൽ കൂടെ നമ്മൾ ഗെയിമിംഗ് വീഡിയോസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം ഗെയിമിംഗ് വീഡിയോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യത്തുള്ളൂ, കാര്യം നമ്മുടെ ടൈമിങ് അനുസരിച്ച്. അപ്പോൾ ഇന്നത്തെ ടെക്നോളജി വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാര്യം നിങ്ങളെല്ലാവരും പലരും ആഗ്രഹിക്കാറുണ്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു നല്ല ബ്രാൻഡിങ് ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കണം, അല്ലെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ വേണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാരുണ്ട്? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോട് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് ഇഷ്ടം. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് വെച്ചാൽ സെബ്രോണിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. സെബ്രോണിക്സ് axon എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ വയർലെസ് BT ഇതിനകത്ത് വരുന്ന ഒരു സ്പെക്കൊക്കെ ഏകദേശം പെട്ടിക്കകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. വയർലെസ് BT, USB, മൈക്രോ SD, അതുപോലെ FM, ആക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പെക്കുകൾ നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ മോഡൽ അല്ലെങ്കിൽ ഡിസൈൻ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു ബാസ് ട്യൂബിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു സ്പീക്കർ വാൾട്ട് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 10 വാൾട്ട് ഔട്ട്പുട്ട് സ്പീക്കറാണ് കിട്ടുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് BT വേർഷൻ വരുന്നത് 2.1 ആണ്. ഇത് ഡ്രൈവർ സൈസ് വരുന്നത് 6.35 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. സ്പീക്കർ ഇംപെഡൻസ് വരുന്നത് 4 ohms ആണ്. അതുപോലെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് നമുക്ക് 100 Hz മുതൽ 60K Hz വരെയാണ് കിട്ടുന്നത്. SN റേഡിയോ വരുന്നത് 65 dB ആണ് വരുന്നത്. അതുപോലെ മാക്സ് സപ്പോർട്ട് USB വരുന്നുണ്ട്. മൈക്രോ SD മെമ്മറി സൈസ് വരുന്നത് 32 GB വരെ നമുക്ക് മെമ്മറി SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. 32 GB വരെ. സപ്പോർട്ടഡ് ആഡിയോ ഫോർമാറ്റ്, അതായത് B4 ആണ് സപ്പോർട്ടഡ് ആഡിയോ ഫോർമാറ്റ് പൊതുവേ ഉള്ള ഡിവൈസുകളിലൊക്കെ വരാറുള്ളത്. അത് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ചാർജിങ് ടൈം വരുന്നത് 3 ഹവറാണ്. കാര്യം ഒരു 3 മണിക്കൂർ നിങ്ങൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത് 4 ഹവർ വരെ നമുക്കിതിനൊരു പ്ലേ ബാക്ക് ടൈം കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ സ്പീക്കർ 1 യൂണിറ്റ്, ചാർജർ കേബിൾ 1 യൂണിറ്റ്, ആഡിയോ കേബിൾ 1 യൂണിറ്റ്, യൂസർ മാനുവൽ 1 യൂണിറ്റ്. ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ നെറ്റ് വെയിറ്റ് വരുന്നത് 600 ഗ്രാമാണ് ഒരു ബോക്സ് പാക്കറ്റിൽ വരുന്നത്. അപ്പം ഇത്രയാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഏകദേശം 600 ഗ്രാമാണ്. ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ക്യൂബ് ഡിസൈനാണ് വരുന്നത്. സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിൽ ലോഗോയും ഇവിടെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ സ്പീക്കർ സെക്ഷൻ വരുന്നത്. ഈ ഭാഗത്താണ് സ്പീക്കർ സെക്ഷൻ. ഏകദേശം 4 ഇഞ്ചിൻ്റെ 10 വാൾട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ബാക്കിലാണ് കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് USB പോർട്ടും ചാർജർ പോർട്ടും ആക്സ് കേബിളും അതുപോലെ തന്നെ SD കാർഡിൻ്റെ ഒരു പോർട്ടും കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എയർ ഹോൾ ഉള്ളിൽ കാണാൻ സാധിക്കും. നമ്മുടെ സ്പീക്കറിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എയർ ഇവിടെയാണ് വരുന്നത്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡീപ്പ് ബാസും നമുക്ക് പുറത്തോട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ബാസും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സൗണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. നമ്മളൊരു പ്രൈസ് മുടക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ഇത് കിട്ടുന്നത്. ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നതാണ് 1800 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ വാല്യൂ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഡയറക്റ്റ് ഞാൻ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, ആ ഒരു ആർട്സ് കേബിളൊക്കെ നമുക്ക് നോക്കാം. ഇത് വരുന്ന ഒരു ആഡ്സ് കേബിളാണ്. രണ്ടിടത്തും 3.5 ജാക്ക് വരുന്ന ഒരു ഹാഡ്സ് കേബിളാണ് വരുന്നത് രണ്ടിടത്തും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചാർജർ കേബിളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. പിന്നെ ഒരു മാനുവൽ കാർഡും ഇത്രയാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. കാര്യം ഇതൊരു വാട്ടർ പ്രൂഫൊന്നുമില്ല. നോർമലി നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്ന ടൈപ്പിലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല. ഇപ്പം നിങ്ങളൊരു പ്രൈസ് മുടക്കി എടുത്താൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവും, അല്ലെങ്കിൽ നഷ്ടം വരില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. കാര്യം നിങ്ങൾക്കൊരു 1400 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആമസോണിൽ 1400 1500 ഒക്കെ ഒരു റേഞ്ചിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഡിസൈനും അതുപോലെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ടോം റൈഡർ എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ ഇതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഡിയോ ആണ് നിങ്ങളിവിടെ കേൾപ്പിക്കുന്നത്. കാര്യം ഇത് കേൾപ്പിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആഡിയോക്കകത്ത് ഇടിമിന്നൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സൗണ്ട്, അല്ല റെയിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ കാരണം നിങ്ങൾക്കിവിടെ പവർ ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരെ ആഡ്സ് കേബിൾ മുഖേന PC കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം PC ആഡ്സ് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്പീക്കറിൻ്റെ വൈബ്രേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നല്ലൊരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കാര്യം ഇത്ര പ്രൈസ് മുടക്കി കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് സൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂടൂത്ത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുള്ള ഹെവി വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ പ്രതീക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.